ഇൻസ്പെക്ടർ, നിങ്ങൾ ഇതുവരെ സംസാരിക്കാത്തതുകൊണ്ടാണ് ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്ലീസ് സംസാരിക്കൂ. കേരള പോലീസ്, ഇവനെ ഞങ്ങൾ കുറെ കാലമായി തെരഞ്ഞോണ്ടിരിക്കുക. ഇവന്റെ പേര് ഗൗതം. ഓ, ഇവിടെ ഗൗതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറെ കാലമായി ഇവൻ ഞങ്ങളെ പറ്റിച്ച് മുങ്ങി നടക്കുക. ഐഡന്റിറ്റി മാറ്റി മാറ്റി പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഇവനെ പിടിക്കാൻ കുറച്ച് വൈകി. വേറെയും പല പേരുണ്ട്. പ്രണവ്, അവിനാഷ്, ഈ പേരിലൊക്കെ ക്രൈം ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേഷവും മാറ്റും. ചന്ദ്രേട്ട, എല്ലാവരും ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. നിങ്ങളുടെ മോനെ കുറിച്ച് പറയുന്നത് കേട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോവുക. ഇനി എന്ത് സംസാരിക്കാനാ ചേട്ടാ? ഇയാൾ ഇവന്റെ യഥാർത്ഥ അച്ഛനൊന്നുമല്ല. ഇവന്റെ അച്ഛനും അമ്മയാണെന്നും പറഞ്ഞ് രണ്ടുപേര് വന്നില്ലേ, അവരും ഫേക്കാണ്. ബന്ധുക്കളാണെന്ന് പറഞ്ഞു വന്നവരും ഫേക്കാ. നിർത്ത്. എനിക്കത് കേട്ട് കേട്ട് മതിയായി. കുറെ നേരമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇനി എന്ത് സംസാരിച്ചാലും അതിന് സാക്ഷികളെ കാണിച്ച് സംസാരിക്കണം. സാക്ഷിയുണ്ട്. പാറു, പാറു, എന്റെ അടുത്ത് സാക്ഷിയുണ്ട്. എന്താ മോളെ ഈ പറയുന്നേ? എന്താ സാക്ഷി? ഗൗതമിന്റെ ഭാര്യ ശാരദ. ശാരദ, അതെ അമ്മേ, ഞാൻ തന്നെ. എന്റെ ഭർത്താവിന്റെ പേര് പ്രണവെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അത് ഇവനാണ്. ഇവനൊരു മനുഷ്യനെയല്ല. എന്റെ വീട്ടില് നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് എന്റെ വീട്ടുകാരെ എന്നിൽ നിന്ന് അകറ്റി.
ആനിവേഴ്സറിയാണ്. ഇന്നിവൻ ആരതിയെ കിട്ടിയപ്പോ ഇന്ന് തന്നെ ഇവൻ എന്നെ കച്ചവടമാക്കി. അപ്പോ ചേച്ചി ഇയാളുടെ കെണിന്ന് രക്ഷപ്പെട്ടു വന്നതാണോ? അത് എന്നെ കൊണ്ട് കഴിയുമായിരുന്നില്ല. ആ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാ പാർവതിയും ആദിയും കൂടി സമയത്ത് വന്ന് എന്നെ രക്ഷിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ എന്നേക്കുമായി ഞാൻ ഒരു ഇരുട്ടുമുറി തന്നെ എന്റെ ജീവിതം തീർത്തേനെ. ഇവന്റെ ഗ്യാങ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവരെ പോലെ ക്രൂരന്മാർ വേറെ ആരും ഉണ്ടാവില്ല. എനിക്കിങ്ങോട്ട് വരാനേ പേടിയായിരുന്നു. പിന്നെ പാർവതി എന്നോട് സംസാരിച്ച് ധൈര്യം തന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിലും വലിയ തെളിവിനി എന്താ ചേട്ടാ വേണ്ടത്? ചന്ദ്രേട്ടാ, ഇവര് പറയുന്നതൊക്കെ സത്യാണോ? ഗൗതം നിങ്ങളുടെ മകനല്ലേ? ഒരിക്കലും അല്ല. ഗൗതമിന്റെ അച്ഛനും അമ്മയും വേറെയാണ്. അവർക്ക് ഇവന്റെ തനി സ്വരൂപം മനസ്സിലായപ്പോ ഇവൻ എന്റെ മകനല്ല എന്നും പറഞ്ഞ് ഇവനെ പുറത്താക്കിയിട്ട് എത്രയോ കാലമായി. മാതാപിതാക്കള് വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ ബുദ്ധിമാനായ ഈ ഗൗതം ഓരോ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുമ്പോഴും ഓരോ അച്ഛനമ്മമാരെ റെഡിയാക്കും. ഈ അങ്കിളിനെ അച്ഛന് നേരത്തെ അറിയാവുന്നതാ. അവര് ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ആളാ. അങ്ങനെ ഒരാൾ ഇവന്റെ കൂടെ. പണം തന്നെ അമ്മു, പണം. ദുരാഗ്രഹത്തെ കുറിച്ച് ഞാനായിട്ട് ഇനി പറയണ്ടല്ലോ. പണത്തിന്റെ ആവശ്യം നീതിക്കും ധർമ്മത്തിനുമൊക്കെ മുകളിലാവുമ്പോ മനുഷ്യർ അവരെ തന്നെ മറന്നു പോകാറുണ്ടല്ലോ. ഈ ഗൗതം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കാശ് വാരിയെറിഞ്ഞ് താൻ പറയുന്നത് പോലെ തന്നെ എല്ലാം ചെയ്യിക്കും. അങ്ങനെയാണെങ്കിൽ ഇവന്മാരൊക്കെ ഫ്രോഡുകളാണോ? എന്താ സംശയം? എല്ലാവരും വാടകയ്ക്ക് വന്നവരാ. മോസ്റ്റ് ഓഫ് ദം ദിവസക്കൂലിക്ക് വന്നവരാ. ജന്മോ, നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. അതെത്ര ദിവസമായാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നീ ഒരിക്കലും പുറത്തിറങ്ങാതിരിക്കാൻ ഞാൻ എല്ലാം ചെയ്യും. ശാരദ, നിങ്ങൾ സത്യത്തിൽ നന്ദി പറയേണ്ടത് വേദാന്തിനോടാ. ആക്ച്വലി നിങ്ങളുടെ കാര്യം ഞങ്ങളോട് പറഞ്ഞത് തന്നെ വേദാന്ത. പെൺമക്കളുടെ ജീവിതം അപകടത്തിലാവുമ്പോ അത് തടയാൻ വേദാന്തിനെ പോലുള്ളവര് മുന്നോട്ട് വരുമ്പോ ഇനി അങ്ങോട്ട് ഒരു പെണ്ണിന്റെയും കണ്ണീര് വീഴില്ല. താങ്ക് യു ആദി, താങ്ക് യു സോ മച്ച്. ശരിയായ നേരത്ത് വന്ന് നീ എന്നെ ഹെൽപ്പ് ചെയ്തല്ലോ. ഹേ കമോൺ വേദാന്ത്, നമുക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റീസ്? യു ആർ മൈ ഫ്രണ്ട്.
എന്തായി ചെയ്യുന്നേ? നീ ഇത്രയും വലിയ കണ്ണനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിന്നെ കുറിച്ച് വേദാന്ത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ഞാൻ നിന്നെ തന്നെ വിശ്വസിച്ചല്ലോ നോർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. കള്ളനാണ് നിങ്ങൾ. കള്ളനോ? അതെ, ഞാൻ കള്ളൻ തന്നെയാ. പക്ഷെ നിങ്ങളാരും സത്യസന്ധരല്ലോ. നീ നിന്റെ അച്ഛനോടും അമ്മയോടും കാണിക്കുന്നത് അത് ദ്രോഹമല്ലേ? മറ്റൊരുത്തനെ പ്രേമിച്ചിട്ട് എന്നെ കല്യാണം കഴിക്കാൻ നീ കാണിക്കുന്ന ഈ നാടകം ഉണ്ടല്ലോ, അത് കള്ളത്തരമല്ലേ? അതിലെന്താ ദ്രോഹമല്ലേ? ഇനി എന്തിനാ നീ പറയുന്ന കേൾക്കുന്നേ? ഇറങ്ങി പോ ഇവിടുന്ന്. നിക്കമൂല്യ, നീയും ഇതിൽ പാർട്ണർ തന്നെയാണല്ലോ. എന്നെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ട നിന്റെ നാടകം കളി സത്യാവുമല്ലോ. ഈ ആരതിയും എന്നെ പോലെ ക്രിമിനലാ. അവളെക്കാളും വളരെയധികം വയസ്സ് കുറഞ്ഞ വിക്രാന്തിനെ പ്രേമിച്ച് അവനുമായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാനായിട്ട് കല്യാണം നടക്കുന്ന നാടകവും കളിച്ച് അവരൊന്നിച്ച് ജീവിക്കാനുള്ള പ്ലാനായിരുന്നു ഇവിടെ. അതിനുവേണ്ടി ഈ വേദാന്തന്റെ പുറകെ നടക്കുന്നത്. നോക്കിനി സ്റ്റേഷനിൽ പോയിട്ട് നടക്കണം അങ്ങോട്ട്. വേദാന്ത്, ഞാൻ പോയിട്ട് വരാം. പാർവതി, നമുക്കിറങ്ങിയാലോ? എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാം. ശരി വേദാന്ത്, ഞങ്ങൾ പോയിട്ട് വരാം. അമ്മു, ഒരുപാട് നന്ദിയുണ്ട് പാറു. എല്ലാം നല്ലതിനു വേണ്ടിയല്ലേ? സുമേഷ്, ആരതി, ആ ഗൗതം പോയപ്പം എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ സത്യമാണോ? ഒന്നും മിണ്ടാതെ നീ ഇങ്ങനെ എന്തിനാ പൊട്ടിയെ പോലെ നിൽക്കുന്നത്?
അതെ അമ്മേ, ചേച്ചിയും വിക്കി ചേട്ടനും തമ്മിൽ ഇഷ്ടാണെന്നുള്ളത് സത്യം. അവര് രണ്ടുപേരും തമ്മിൽ ഒരുപാട് നാളായിട്ട് ഇഷ്ടത്തിലാ അമ്മേ. അവനെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ ഈ കല്യാണത്തിന് സമ്മതിച്ചേ? അച്ഛനും അമ്മയും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ നിങ്ങൾക്കിത് താങ്ങാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ചേച്ചി ഈ കല്യാണത്തിന് സമ്മതിച്ചേ. ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടാ വിക്കി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതൊക്കെ. എനിക്കും വേദാന്തിനും കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോ ഇഷ്ടപ്പെടുന്നവരെ തമ്മിൽ എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്. എല്ലാം കുട്ടിക്കളിയാണെന്ന് കരുതിയോ നീ? ഒരു വശത്ത് കല്യാണം നടത്താൻ തീരുമാനിച്ചപ്പോ ആർക്കും മനസ്സിലാവാതെ നിങ്ങൾ മറ്റൊരു കല്യാണം നടത്താൻ പ്ലാനിട്ടല്ലേ? അതങ്ങനെയല്ലമ്മേ. കുറെ തവണ ഈ കാര്യം പറയാൻ ഞങ്ങൾ ശ്രമിച്ചതാ. പക്ഷെ ഈ കാര്യം അറിയുമ്പോ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന പേടിച്ചാ ഞങ്ങൾ ഈ കാര്യം പറയാതിരുന്നത്. ഇതിലൊന്നും ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. സ്നേഹിച്ചു എന്നുള്ള ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ചെയ്തത് ഞങ്ങളാ അമ്മേ. ചേച്ചിയോടൊന്നും പറയല്ലേ അമ്മേ. നന്നായിട്ടുണ്ട്. നിന്റെ ചേച്ചി എന്റെ മകനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്റെ നേരെ കൈപൊക്കാൻ നീ ധൈര്യം കാണിച്ചു അല്ലേ? അമ്മേ, അതിനും ഇതിനും ആരും എന്നെ ഇനി ഒന്നും കൺവിൻസ് ചെയ്യാൻ വരേണ്ട ആവശ്യമില്ല. എനിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇവളെന്റെ മകനെ വശീകരിക്കാൻ നോക്കിയത് കോടികൾ കൈവശപ്പെടുത്താൻ വേണ്ടിയാ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്റെ ഒന്നും ആഗ്രഹം നടക്കില്ല. ഞാൻ അതിന് സമ്മതിക്കുമെന്ന് കരുതിയേ വേണ്ട. സുഹാസിനി, അന്ന് നിങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ വെച്ച് എന്താ പറഞ്ഞത്? ഓ, ചിലപ്പോ മറന്നു പോയിട്ടുണ്ടാവും. ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കേ. സംസ്കാരം എന്ന് പറയുന്നത് ക്ലാസ് നോക്കിയൊന്നും വരില്ല. അങ്ങനെ മക്കളെ വളർത്താനൊക്കെ അറിയണ്ടേ? വളർത്തുദോഷല്ല എന്തു പറയാനാ? ചിലർക്കൊന്നും അതൊന്നും അറിയില്ല. എന്റെ മക്കള് ഞാൻ വരച്ചതിനപ്പുറം പോവില്ല. എന്റെ മക്കള് ഞാൻ വരച്ചതിനപ്പുറം പോവില്ല. നിന്റെ മക്കള് നീ വരച്ച വര മറികടക്കില്ലെന്നല്ലേ പറഞ്ഞത്? വരച്ച വര എന്താ ഇപ്പൊ അത് മാഞ്ഞു പോയോ? പിന്നെ എന്തോ പറഞ്ഞല്ലോ. ആ, സംസ്കാരം. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കാര്യത്തിൽ നീ ഒട്ടും പുറകോട്ടല്ല. പക്ഷെ നിനക്കതില്ല. വിക്കി ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല എന്നുള്ളത് കൊണ്ട് എന്റെ സംസ്കാരത്തിന്റെ കുഴപ്പമാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? എന്നിട്ട് നിന്റെ മക്കളെ നീ പഠിപ്പിച്ച സംസ്കാരം എന്തായിരുന്നു? ഒരിക്കലും നമുക്ക് അർഹതപ്പെടാത്ത കാര്യങ്ങൾ കൈവശമാക്കാൻ ശ്രമിക്കുന്നത് ആർക്കും നല്ലതല്ല. പെട്ടെന്നൊരാള് വീഴുമ്പോൾ ചിരിക്കാൻ എളുപ്പമാ. അല്ല, നിന്റെ മക്കൾ എല്ലാവരും വഴിതെറ്റി പോയല്ലോ. ഒരെണ്ണം എന്റെ മോന്റെ തോളെ കയറി തുള്ളിച്ചാടി നടക്കുക. ഇനി വേറൊരെണ്ണം എന്റെ മറ്റൊരു മകന്റെ കൂടെ കൂടി അവന്റെ കയ്യിലുള്ള പൈസ മോഹിച്ച് നടക്കുക.
കൊണ്ടുപോകാൻ നിന്നെയൊക്കെ എന്റെ മരുമക്കളായിട്ട്. എല്ലാരും കൂടി നന്നായി നാടകം കളിച്ചു. നിന്റെ വീടിന് മുമ്പിലെ മഹത്തായ സംസ്കാരം എന്നൊരു ബോർഡ് അങ്ങ് വെച്ചേക്ക്.